ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തട്ടിപ്പോയി, സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, ദുബായിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഓണമാണ്. ആദ്യത്തെ ഓണസദ്യയൊക്കെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടോ, സോറി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഓണം ആഘോഷിക്കാൻ പോവാണ്. അതിൻ്റെ തലേ ദിവസത്തെ പരിപാടികളാണ്. നമ്മുടെ സുക്രുവിൻ്റെ ഇവിടുത്തെ സ്വന്തം ചേട്ടനും ചേച്ചിയാണ്. ഹായ്, ഹലോ. ചേച്ചി ഹായ്. ഒരാളും കൂടി ഉണ്ട്, അവൻ അടുക്കളയിലാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ടീംസ് ഒക്കെ ഇവിടെ റെഡിയാണ്. ബൈ നമ്മൾ ഈ ഒരാളെ പരിചയപ്പെടുത്തിയിട്ടില്ല. സൂഫിയാണ്. സുക്രുവിന്റെ ഇവിടുത്തെ ഫ്രണ്ടാണ്. അതാണ് ഞങ്ങളുടെ ബോസ് സുക്രു. പിന്നെ ചെൽസി അയ്യൂനോ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഒന്നുമില്ല ഗൈസ്. അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ ഓണമൊക്കെ അല്ലേ, അപ്പൊ ഓണത്തിന്റെ വ്ലോഗ് എല്ലാവരും ഇടുന്നുണ്ടാവും. അപ്പൊ നമ്മള് എങ്ങനെയാണ് ഞാൻ ദുബായിൽ വന്നിട്ടുള്ള ഫസ്റ്റത്തെ സംഭവം എങ്ങനെയാണ്, ഞാൻ ഒരു പസങ്ങനെ തിരിച്ചു പോകും, അതല്ല എന്നാലും എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് ഞങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും ഫൺ എലമെന്റ്സിലേക്കൊക്കെ ഒന്ന് പോവാം. അപ്പം ഞാൻ ദേ ഇവിടെ കുറേ പച്ചക്കറികളൊക്കെ അരിയാൻ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല എൻ്റെ കൈ നല്ലതായിട്ട് പെയിൻ ആവുന്നുണ്ട്, ഇത്ര നേരം പിടിച്ച് സംസാരിച്ചിട്ട്. വർക്കൗട്ടൊക്കെ കുറവാണ്. അത് മാത്രമല്ല ഞങ്ങളിന്ന് കുറേ നടന്നു ഗൈസ്. ഒരു മണിക്കൂറോളം അത്യാവശ്യം നടത്തമായിട്ടുണ്ടായിരുന്നു. അപ്പം ക്ഷീണിച്ചു, കണ്ണൊക്കെ ചുമന്ന് ഉറക്കം വന്നിട്ട്. ബൈ സമയം എത്രയായി? 12:10 ഇനിയാണ് ഞങ്ങൾ ഓരോന്ന് അരിയാനും പിടിക്കാനൊക്കെ പോകുന്നത്. അയ്യോ, അപ്പൊ എന്റെ കൈ വേനെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ ഇനി ബാക്ക് ക്യാമറയിലേക്ക് പോവാം, വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. കൈനൊന്നുമില്ല, ഞാൻ ബാക്ക് ക്യാമറ ഓണാക്കിയതാ. കൈന്ന് വിചാരിച്ച് ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ പറയൂ, ഞാൻ അറിയണം. ബൈ സൂഫി മലയാളിയല്ല, മാംഗ്ലൂരല്ലേ, മാംഗ്ലൂരാണ് സൂഫി. പക്ഷെ സൂഫി കല്യാണം കഴിക്കാൻ പോകുന്ന ആരെയാ? ഒരു മലയാളീനെയാ. നോക്കൂ ഗായ്സ്, നിന്നെ ഞാൻ മൈ ബോസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്ക. അവരുടെ നാണം കെടുത്തില്ലേ സുഖം. അതെ അങ്ങോട്ട് കൊടുക്ക്. അല്ല, ഫസ്റ്റ് കട്ടിട്ട് എന്ന് പറഞ്ഞ ആൾക്കൊന്ന് കൊടുക്ക് പ്ലീസ്. നോക്കട്ടെ, കൊടു. ചെൽസിയനോട് ഞാൻ പിന്നെ ഒന്നും പറയില്ല. ചെൽസിയെ ഞങ്ങളുടെ ഒഫീഷ്യൽ കുക്ക് ആയതുകൊണ്ട് ചെൽസിയൊക്കെ എല്ലാം അറിയാം ചെയ്യാൻ. ഇതാ സൂഫി ഇതാ അരിയാണ് ഗൈസ്. കട്ട് ഇൻടു സ്മോൾ പീസസ്. ഫസ്റ്റ് ഇൻടു 2 half, then into 4 half, then 8. അല്ലേ സൂഫി? സൂഫിക്ക് അറിയാം, പണിയെടുത്ത് ശീലമുണ്ട്. സുക്രു ചേട്ടൻ എന്താ അരിഞ്ഞോണ്ടിരിക്കണേ? വെള്ളരിയോ? ഓ കറക്റ്റ് പറഞ്ഞു, വെള്ളരിയാണ്. പിന്നെ ഇനി ചേച്ചിയും വരണം, ചെൽസിയും വരണം, ഞാനും ഇരിക്കണം ഗൈസ്. ഞാനിനി ഫോൺ വെച്ചോണ്ടിരുന്നതിന് ഇവരെന്നെ ഓടിക്കും. അതുകൊണ്ട് ഞാനും അരിയാനും പിടിക്കാനൊക്കെ ഇരിക്കാൻ പോവാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം. അത് നിനക്ക് ഇപ്പൊ കഴിക്കാനുള്ളല്ലോ കേട്ടോ. അതെ, ചെൽസി ഒരു കുന്ന് കത്തിയായിട്ട് വന്നിട്ട്. എത്ര ഉണ്ടത് എന്റെ അമ്മേ? പോരാ അല്ല, ഞാൻ പിന്നെ നൈസായിട്ട് വ്ലോഗ് എടുക്കുന്ന പേരിൽ പണിയെടുക്കാതിരിക്കാം അങ്ങനെയൊന്നുമില്ല ചേച്ചി. ഞാനും പണിയെടുക്കൂട്ടോ. ചേച്ചി ഒരു നഴ്സാണ് അല്ലേ? എവിടെയാ വർക്ക് ചെയ്യണേ? എന്തുട്ടാ? ദേര. ഓക്കെ. ചേട്ടൻ എവിടെയാ വർക്ക് ചെയ്യണേ? കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ്. ഇവർക്ക് 2 മക്കളാണ് അല്ലേ? ഒരാൾ കാനഡയിലും ഒരാൾ അപ്പുറം. അവനെന്തേ? അവൻ നാരങ്ങളുണ്ടാക്കാൻ. നമുക്ക് സ്പെഷ്യൽ നാരങ്ങളുണ്ടാക്കുന്നൊന്ന് കണ്ടിട്ട് കേൾക്കാമോ? നാരങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ എടാ, നീ ഇങ്ങനെയാണോ നാരങ്ങളുണ്ടാക്കുന്നത്? അപ്പോൾ ഇവൻ, നിന്റെ പേരെന്തിട്ടായിരുന്നു? ഗോഡ്സൺ ആണ് നമുക്ക് വേണ്ടി ഇന്ന് നാരങ്ങവെള്ളം പ്രിപ്പയർ ചെയ്യുന്നത്. ഗോഡ്സൺ പറയോ, എന്തൊക്കെയാണ് നാരങ്ങവെള്ളത്തിൽ ആഡ് ചെയ്തത്? നാരങ്ങ, പിന്നെ വെള്ളം, ഉപ്പാണോ ഇടുന്നത്? പഞ്ചസാര മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? ഏതാ സ്കൂള്? എലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിലാണ് നമ്മുടെ ഗോഡ്സൺ പഠിക്കുന്നത്. എല്ലാവർക്കും ഉള്ളതുണ്ടല്ലേ? അപ്പൊ നീ തന്നെ ക്ലാസ്സിലാക്കി കൊണ്ടുവരില്ലേ? ഓക്കെ. അപ്പൊ ഇനിയും ഞാൻ ഇതിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ മോശമായി പോവും. അതുകൊണ്ട് അപ്പൊ ഞാൻ എന്തായാലും മോശമായി പോവും. ചെൽസി സമ്മതിക്കുന്നില്ല ഗൈസ്.
അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനും കൂടി അരിഞ്ഞ് സഹായിക്കാമെന്ന്. ഓക്കെ, ഐശ്വര്യായിട്ട് കൈ കുറച്ച് കൈയൊന്നും കൊണ്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുപ്പിക്കുന്നത് ഞാൻ പണിയെടുക്കുന്നു കാണിക്കാൻ വേണ്ടിട്ടൊന്നല്ല. എന്നാണ് ബിഗ് ബോസിലെ ഓർമ്മകൾ. ഞാൻ അവിടെ കൊറേ സവാള അവിടെ മരിയലും ഇവിടെ മരിയലും എല്ലായിടത്തും അരിയൽ തന്നെയായിരുന്നു ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ എന്തെങ്കിലും വേണ്ടേ. അപ്പൊ നമ്മളുടെ റസ്മിൻ ഇവിടെ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നു ഗൈസ്. ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാരും പണി കഴിഞ്ഞു. ഉള്ളിയുടെ പണി മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. തൊലി കളഞ്ഞ് അഴുകി അരിഞ്ഞോണ്ടിരിക്കാണ് ഞാൻ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കുന്നത് സകല ചൊച്ചക്കറി അരിച്ചിട്ടിരിക്കണ ഞാനിവിടെ. അപ്പൊ ഞാനോർത്ത് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുള്ളൂ, എന്നാ പിന്നെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ബിഗ് ബോസിലെ റസ്മിൻ ബായ് ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ബിഗ് ബോസിലും ഇതേപോലെ തന്നെ ഉള്ളിയരിയലായിരുന്നു പണി, പാത്രം കഴുകാനുമായിരുന്നു പണി. അപ്പം അത് തന്നെ കണ്ടിന്യൂ ചെയ്യാണ് ഇവിടെ ദുബായിൽ വന്നിട്ട്. ഗൈസ് ഞാൻ ദേ ഉള്ളിയെല്ലാം അരിഞ്ഞു. നമ്മുടെ അത്യാവശ്യ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇല്ല കേട്ടോ, അരിഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് പോവുകയാണ്. എക്സ്ക്യൂസ് മീ ഗൈസ്. അങ്ങനെ ഞങ്ങളിതേ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഇവിടെ അവിയലിന് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നീയാണോ പായസം ഉണ്ടാക്കാൻ പോന്നേ? അത് വേണോ? ഞങ്ങക്ക് നാളെ പായസം വേണ്ടതാ കുടിക്കാൻ. പടച്ചോനെ കണ്ടോ നിങ്ങളുടെ പ്രിപ്പറേഷൻ. ഇനി നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീഡിയോ. ഓ ഞാൻ വിചാരിച്ചു മാങ്ങയാണ്. മാങ്ങയല്ല ഗൈസ്. ഗൈസ് നോക്കൂ ഗൈസ്, വ്ളോഗർ ചെൽസിയാണ് ഇനി അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 10 മിനിറ്റ് ഭയങ്കര വരാം. അപ്പോൾ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കൂ, ചിരിക്കൂ. ഉറക്കം വന്നിരിക്കുക. അപ്പോൾ അതിന് വെളുപ്പിന് 2 മണി കഴിഞ്ഞു അല്ലേ? അതെ, ടൈം ഗൈസ്. സുക്രു അങ്ങനെ പാലട പ്രിപ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. എന്താവുന്നൊന്നും അറിയില്ല, നാളെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പ്രിപ്പയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്താ അവസ്ഥയെന്ന് അറിയില്ല. എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ പാലട പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം അല്ലേ? റസ്മിൻ അതോടെ സൈഡായിരിക്കുകയാണ്. സുഖുവിൻ്റെ പാലട പ്രിപ്പറേഷൻ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പഞ്ചസാര ഇടുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തൃശ്ശൂരിന്റെ സ്പെഷ്യലായിട്ട് പഞ്ചസാര മാത്രം ഇട്ടിരിക്കുകയാണ് ഗൈസ്. ബാക്കി എന്താണെന്നൊന്നും എനിക്കറിയില്ല. തൃശ്ശൂർക്കാരുടെ ചീത്തപ്പേര് ഏൽപ്പിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്ന വഴിയല്ല, തിന്നുന്ന രീതിയിലാണ്. പിന്നാലെ പോന്നു, സെലിബ്രിറ്റി വന്നപ്പോ പുതപ്പെടുക്കുന്നു, AC ഇടുന്നു. കടലയില് പാടല്ല ഇതൊന്നും എടുക്കല്ല. ആൾക്കാർ ചോദിക്കുന്നത് ഇങ്ങനെ പായസം. This is variety chef
പറ്റിയാള അടുത്ത ആള് അവിടുന്ന് എല്ലാ സാധനങ്ങളും ഉള്ളിയൊക്കെ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും അവിടുന്ന് ഗൈസ് അപ്പൊ ഇന്നലെ കുറെ പണിയൊക്കെ കഴിഞ്ഞ് അരിയലും പിടിക്കലൊക്കെ കഴിഞ്ഞിട്ട് അയ്യോ പിടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഇപ്പൊ രാവിലെ ആയിരിക്കാണ്. അപ്പൊ രാവിലെ തന്നെ ചേച്ചി ഇത് പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ പുറക്കത്തിൽ നിന്നിട്ടുള്ളൂ. ചേച്ചിയൊക്കെ രാവിലെ തന്നെ എന്നിട്ട് ഓരോ പണികൾ തുടങ്ങി. ഇതാര് ഇത് പായസം ഇളക്കണേ? പായസം എങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്യാൻ തരുമോ? അരി ചൂട് ചൂട്. ഓക്കെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പൊ സുക്രുവിന്റെ പായസം റെഡിയാണ്. ഇനി നമ്മൾ ബാക്കി പരിപാടികളൊക്കെ പോകണം. ചെൽസിയുടെ വീഡിയോ കോളിലാണ്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. പിന്നെ ബാക്കി പിന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഓണമൊക്കെ ആയി, എല്ലാവരും കുളിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഹായ്. അയ്യോ, ഇവിടെ വേറെ ആരൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ചേച്ചി, വേറെ ആൾക്കാരൊക്കെ ആരൊക്കെയുണ്ടല്ലോ. ഗൈസ്, നമ്മുടെ പായസം, പപ്പടം, ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ എല്ലാം ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട്. കഴിക്കാൻ പോവാണ്. നമുക്കിവിടെ കുറച്ച് പുതിയ അതിഥികൾ എത്തിയിട്ടുണ്ട്. ഹായ് ഗൈസ്, ഹലോ. അപ്പം നമ്മുടെ ചേട്ടൻ്റെ കസിൻസാണ്. ഹലോ, പേരെന്താ നിൻ്റെ? മഹാബലിയോ? ലാബറി? ആൽബറി. നിൻ്റെയോ? ആൻസ്റ്റൺ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത പേരുകളാണ്. അപ്പോൾ നമ്മളിങ്ങനെ നിരത്തിയിരിക്കും. എന്താ മഹാറാണി, സദ്യയ്ക്ക് വന്നിരിക്കുകയാണോ? ഒന്ന് സഹായിക്കാമായിരുന്നു. ഓ ഓക്കെ, എന്നാൽ ഞാൻ അത് മൊത്തത്തിൽ കാണിക്കാം. അപ്പോൾ സൂഫി ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് സൂഫി എന്നെ പറയുന്നത്. യെസ്, ലുക്കിംഗ് പ്രിറ്റി. ഓക്കെ, ചേട്ടൻ ആര്? നമ്മുടെ സുക്രുവിനെ നോക്കൂ ബോസ്. കഴിഞ്ഞു, എല്ലാം ആയോ? ഇനിയുണ്ട് പപ്പടം അച്ചാർ. അത് മനസ്സിലാവണില്ല. അത് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് വേണ്ടി മുട്ട ഉണ്ടാക്കിയതാ തോന്നുന്നു. ഓ മൈ ഗാഡ്. മോര്. ഇതെന്തുട്ടാ? അറിയില്ല. ഇത് പായസം, ഇത് അവിയൽ, ഇത് ക്യാബേജ്, ഇത് പായസം, ഇത് സാമ്പാറായിരിക്കും. അല്ല, ഇത് ചോറ്. അപ്പം ഇതും ചോറ്. ഗൈസ്, സാമ്പാർ വന്നില്ല. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. ശർക്കര വരട്ടി, ചിപ്സ്. ഓരോന്നോരോന്ന് തുറന്നു നോക്കിയാലോ. അത് എടുത്തു ഞാൻ. പപ്പടം, പഴം, എടശ്ശേരി, മോരും. ഇതെന്തുട്ടാ? കാളൻ. ചേച്ചി സാമ്പാറൊന്നുമില്ല. ഇത് സുക്രുവിന്റെ പായസമാണ് ഗൈസ്. സുക്രുവിന്റെ പായസം. അവിയല്. സാമ്പാർ. യമ്മി. ക്യാബേജ് തോരൻ, അതും പായസം. ചോറ്. അപ്പൊ ഇരുന്നാലോ? ഓ ഇതാരാടാ? നിനക്ക് ചെറുത് മതിയോ? ചെറിയല്ല മതിയോ? ഓക്കെ, ഞാൻ ക്യാമറ ഒന്നപ്പോൾ ഡീസൻ്റ് ആയിട്ടോ. നമ്മളപ്പോൾ ഇതേ ഇലകൾ വെക്കാണ്. ഇതിനായിട്ട് ഓരോന്നോരോ നമ്മൾ വിളമ്പും. ഇപ്പം എത്ര ഇലയായി? 1 2 3 4 5 10. ഓക്കെ ഗൈസ്. എടാ പാർട്ട് ഓഫ് വ്ലോഗിൽ പ്രശ്നം വരും. ഓക്കെ, ചെറിയ പിള്ളേരെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കും ഗൈസ്. എടാ ഇങ്ങനെ വെക്കുക, ഓരോന്നോരോന്ന്. അങ്ങനെ വെക്കുക, എല്ലാ ഇലയിലും വെക്കുക. എടാ നീ ആദ്യത്തേൽ ഇട്ടിട്ട് മാറിക്കോട്ടെ, നമുക്ക് ഇന്നാണ് കഴിക്കാനുള്ളത്. പോട്ടെ, അടുത്താൾ വെച്ചോ. എടാ മതിയടാ, അവനെ സഹായിച്ച മതിയടാ. ഏറ്റവും വെയിറ്റ് ഉള്ളതാണ് സുക്രു എടുത്തേക്കുന്നത് അല്ലേ? പപ്പടം, അച്ചാറ്. നീ അവിയലെടുക്ക് ചെൽസിയ. അവിയൽ ചെൽ.
എന്നാ ആ തോരനിട് എന്തെങ്കിലും ഇട്. സോറി ഗൈസ്, ഇനി വിളമ്പി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എല്ലാം വെച്ചിട്ട്. ഓ അവൻ ആത്മാർത്ഥമായിട്ട് തന്നെ പണിയെടുക്കുന്നുണ്ട് ഗൈസ്. സൂഫി എടാ എടാ നോക്കി നിൽക്കാതെ എടുക്ക്. നീ ഇതെടുക്ക്. കാളൻ അല്ല കാളൻ. സൂഫി വേണമെങ്കിൽ അവിയലെടുത്തോ. വെരി ഗുഡ്. എന്താ ബനാന അല്ലേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് എടുക്കാന്നൊക്കെ കണ്ടാ. അങ്ങനെ എല്ലാവരും എന്ത് രസം നോക്ക്. ഹായ് എല്ലാവരും വിളമ്പുന്നതാണ്. നല്ല ഡ്രസ്സിന് ഞാൻ മാത്രം വിളമ്പുന്നില്ല ഗൈസ്, വീഡിയോ എടുക്കണമല്ലോ അതുകൊണ്ടാണ്, അല്ലാതെ വിളമ്പാൻ താല്പര്യമില്ലാത്തതല്ല കേട്ടോ. നമ്മുടെ കുഞ്ഞാപ്പിക്കൊരു കയ്യടി. കാണാൻ എല്ലാവരും. ചേട്ടൻ എന്തിയേ? ഓക്കെ തീർന്നോ? നമ്മുടെ ചേട്ടൻ ഗ്ലാസുമായി വന്നിരിക്കുകയാണ്. യെസ് ഗൈസ് നോക്കൂ ഗൈസ്, അതെന്തായാലും രസമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ നമ്മള് എല്ലാം ആ ക്യാമറ തുടക്കണം തോന്നുന്നു. ഇല്ല നോക്കാം. അപ്പൊ നമ്മള് എല്ലാം ഇലകളില് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇല ഫുള്ളായിട്ടുണ്ട്. ഇനി കറി സാമ്പാർ മാത്രം ഒഴിച്ചാൽ മതി. ബാക്കി എല്ലാം നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഇന്നലെ കഷ്ടപ്പെട്ട് ചേച്ചി പോയല്ലോ കഷ്ടപ്പെട്ട് ഉള്ളി മാത്രം ഞങ്ങൾ ഒരുപാട് അരിയിൽ പരിപാടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ചെയ്തത് ചേച്ചിയാണ്. ചേച്ചിക്ക് അപ്പൊ ചേച്ചിയാണ് ഫുൾ പരിപാടികൾ ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്നാലോ? ബായിരിക്കാം. കഴിക്കാൻ പോണതിന് മുന്നേ തന്നെ സെലിബ്രേഷൻ. ചേച്ചി എല്ലാവരും ഭയം. ഗൈസ് അപ്പൊ എല്ലാരും കഴിച്ചു തുടങ്ങി. ഞാനും ഭക്ഷണം കഴിക്കട്ടെ. യെസ് ഗൈസ് വിളമ്പിയാൽ മാത്രം പോരല്ലോ, കഴിക്കണതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്യാം. നമുക്കിതിങ്ങനെ മിക്സ് ചെയ്യാം. ഇതെന്തൂട്ടാ അവിയൽ മിക്സ് ചെയ്യാം. ഇത് മത്തങ്ങ, ഇത് മോര്, ഇച്ചിരി പപ്പടം കൂടി എടുത്തു, അച്ചാറ്. ആൻഡ് എനിക്കിത് ഇഷ്ടമാണ്. ഇങ്ങനെ വയ്ക്കാം. നന്നായിട്ട് കുഴയ്ക്കുക. ഒരു മിനിറ്റ് ഗൈസ് ഒന്ന് പോസി. ഞാൻ ഇങ്ങനെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതിങ്ങനെ എടുക്കാം. അയ്യോ സൂപ്പർ, ഒന്നും വരില്ല, അടിപൊളി. എങ്ങനെയുണ്ട് ഗൈസ്? ചേട്ടാ എങ്ങനെയുണ്ട്? അടിപൊളി, അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ പായസത്തിലേക്ക് കടക്കാൻ. ഓക്കെ ഗൈസ്. ഗൈസ് എൻ്റെ ഇല നോക്കൂ, കംപ്ലീറ്റ് കഴിച്ചു. ഞാൻ കംപ്ലീറ്റ് കഴിച്ചു. എന്താ ചേച്ചി ഞാന് ആണോ? അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കാണ് ഗൈസ്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. നമ്മൾ ഹാപ്പി ആണോ പറഞ്ഞില്ല? ഹാപ്പി ആണോ? So cute, no? 2, 3, start. Okay. സുക്രു പായസം വന്നില്ല. ഗ്ലാസ്സിലെടുക്കാം എന്തായിരിക്കും ബെറ്റർ. ചീറ്റിംഗ് ആണ് ഗൈസ്. ഇന്ന് ഓണമായിട്ട് ഇതേ ചെൽസിയ മുട്ട കഴിക്കുന്നു. ഞാൻ മോശമായി ചെൽസിയ. ഞാനല്ല, ചെൽസിയാണ് ഓണസദ്യയുടെ മുട്ടയും കൂടി കഴിക്കണം. പായസം ഒരു മിനിറ്റ്. സുക്രുവിന്റെ പായസം ഇതാണ് അവള് പറയാൻ ആക്ച്വലി കുഴപ്പമില്ല. പറഞ്ഞോ മതി. ചെൽസി എനിക്ക് വിളമ്പിത്തരാണ്. മതി. ഓക്കെ കഴിച്ച് നമ്മൾ പപ്പടം പഴം പായസം കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ പോവാണ്. പഴം ഭയങ്കര
പപ്പടം ഇങ്ങനെ മിക്സ് ചെയ്യാം. വെജിറ്റബിൾ ഒക്കെ കഴിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം ഗൈസ്. നല്ലപോലെ ഇങ്ങനെ കുഴക്കണം. ഉണ്ടോ? നല്ലപോലെ ഇങ്ങനെ കുഴച്ചെടുക്കണം. കണ്ടോ? നമ്മളിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിങ്ങനെ വയലേക്ക് വെക്കും. ഞാൻ വയലേക്ക് വെക്കുന്നത് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്ന കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ നിങ്ങൾ കഴിച്ചോളി എൻ്റെ സ്നേഹം. അപ്പൊ നമ്മള് സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഇപ്പൊ ഇവിടെ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ചെൽസിയുടെ നമ്മുടെ സുക്രുവിന്റെ ഫോട്ടോ എടുക്കാൻ എല്ലാവരും ഫോട്ടോ സെക്ഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പോവാണ്. എവിടെ നിന്ന് എല്ലാവരും വന്ന ഫ്രെയിമിലേക്കൊന്നും വന്നേ. അപ്പോ നമ്മള് ഈ ഒരു ഓണം സദ്യ വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനിയും അടുത്തടുത്ത പരിപാടികൾ ഇനി ഇതിന് ശേഷം സോറി സൂഫിക്ക് ചെറുതായിട്ട് മലയാളം മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ഇനിയും ഒരുപാട് വിശേഷങ്ങളായിട്ട് വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും ഇനി ഈവനിങ് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വ്ലോഗായിട്ട് വരും. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല ടൈം ഡ്യൂറേഷൻ വരുന്നുണ്ട്. അപ്പൊ ഗൈസ് അത്ര ഉള്ളൂ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. അപ്പൊ ഹാപ്പി ഓണം. ബൈ ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.